വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് വർമ്മയെ വിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്ന രംഗവും അവിടെ നിന്ന് കണ്ടെടുത്ത കണക്കിൽപ്പെടാതെ നിധിശേഖരങ്ങളുമാണ്. എൻ്റെ ദേവി, ഇതിപ്പം നിന്നെ പോലും വെറുതെ വിട്ടില്ലല്ലോ അയാൾ. പാലാഴി ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം നോക്കി അക്ഷയ് ദീർഘശ്വാസത്തോടെ പറയുമ്പോൾ വീരസിംഹ തനിക്കരികിലിരിക്കുന്ന ദക്ഷയെ നോക്കി അവളെ തോളിലൊന്ന് തട്ടി. ചുണക്കുട്ടിയാ, അയാൾ അഭിമാനത്തോടെ പറഞ്ഞു കേട്ടും ദക്ഷയുടെ മുഖം ഒന്ന് വിടർന്നു പോയി. എല്ലാവരും ഹാളിൽ നിന്ന് വാർത്ത കാണുകയാണ്. ലൈവ് വാർത്തയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പഴമന്നൂർ കൊട്ടാരവും അവിടുന്ന് കണ്ടെടുത്ത നിധിശേഖരങ്ങളുമാണ്. പഴമന്നൂർ കൊട്ടാരത്തിലെ എല്ലാവരുടെയും അക്കൗണ്ടും ഫ്രീസ് ചെയ്തെന്ന് കേട്ടതും ദക്ഷ സീറ്റിൽ നിന്നും ചാഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അയാളെ പുറത്തിറക്കാൻ അവർ എന്തു ചെയ്യും? ഇതിപ്പോൾ കേസ് ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ലെന്ന് തോന്നുന്നു. അക്ഷയ് താടിയിൽ കൈ കൊടുത്തു പോയി. സാർ, റൂം റെഡിയായിട്ടുണ്ട്. രണ്ട് സെർവൻ്റ് അകത്തുനിന്ന് വന്ന അക്ഷയോട് പറയുമ്പോൾ അവൻ തല കുലുക്കി അവരോട് തിരികെ പോകാൻ പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് തൻ്റെ അരികിലിരിക്കുന്ന സഹസ്രയെ നോക്കി. പോയി പറ, അവർക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് ഔട്ട് ഹൗസിലേക്ക് പോകാൻ. ഒരു കാരണവശാലും ഇനിങ്ങോട്ട് കയറരുത് എന്നിവിടെ പറയണം. സഹസ്ര ഗൗരവത്തിൽ പറയുമ്പോൾ സന്തോഷത്തോടെ അക്ഷയ് മുകളിലേക്ക് ഓടിക്കരി. അല്ലെങ്കിലും അതാ നല്ലത്. എൻ്റെ കുട്ടിയോട് ചൂടായി സംസാരിക്കാൻ അവൾ ആരാ? വൈദേഹി മുഖമൽപ്പം ദേഷ്യത്തിലാക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും ദക്ഷ അവരെ നോക്കിയെന്ന് കണ്ണു ചിമ്മി. അല്പം കഴിഞ്ഞതും അക്ഷയുടെ പിന്നാലെ തല കൊണിച്ചിറങ്ങി വരുന്ന രേഷ്മയും അരോഹിയും കണ്ടതും എല്ലാവരും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ വേണ്ട. സഹസ്ര ഒരു തീരുമാനമെടുത്തെങ്കിൽ അതിന് മുകളിൽ മറ്റൊരു അഭിപ്രായം ഉയരില്ല. നിങ്ങൾ പോകാൻ നോക്ക്. വിളിച്ചു കയറ്റിയവർ തന്നെ ഇറക്കി വിട്ടിരിക്കുന്നു. അത് എന്തിനാണെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആരും എന്തോ പറയാൻ വന്നതും വീരസിംഹ അതിനെ തടഞ്ഞുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. അത് കേട്ടതും നിറഞ്ഞ കണ്ണോടെ അവൾ മുഖം കുനിച്ചുകൊണ്ട് രേഷ്മയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. പോകുമ്പോൾ ഒരിക്കൽ കൂടി ദക്ഷ തിരിഞ്ഞു നോക്കാൻ അവൾ മറന്നില്ല. അവൾ തന്നെ നോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ദക്ഷയുടെ നോട്ടവും അവൾക്ക് നേരെ തന്നെയായിരുന്നു. ഏതൊക്കെ ചീള കേസ്, നമുക്കത് വിട്ടിട്ട് വർമ്മയുടെ പിന്നാലെ പോകാം. അരുവും രേഷ്മയും പോയി കഴിഞ്ഞതും അക്ഷയ് ആവേശത്തോടെ പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിയുടെ ടി വിയിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു. എങ്ങനെയൊക്കെയോ കഞ്ഞുണ്ടാക്കി മാളു അവിടെ വെറും നിലത്തായിരുന്നു. ഗ്യാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിറകടുപ്പിലാണ് അവൾ കഞ്ഞി വെച്ചത്. അത് ശീലമില്ലാത്തത് കൊണ്ട് കൈയൊക്കെ അവിടെയും ഇവിടെയും പൊള്ളിയിരിക്കുന്നുണ്ട്. പക്ഷെ കൈയുടെ വേദനയേക്കാൾ കൂടുതൽ വിശപ്പായതുകൊണ്ട് തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി മാളു മുന്നിലെ കഞ്ഞി പതിയെ കുടിച്ചു. ആ പാത്രത്തിൽ ഒരു വറ്റുപോലും അവശേഷിപ്പിക്കാതെ മുഴുവൻ കഞ്ഞിയും കുടിച്ചു തീർന്ന അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സ്വാദായിട്ട് കഞ്ഞി കുടിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ചിലപ്പോൾ അത് വിശന്നിട്ടായിരിക്കും. ജനിച്ചിത്ര വർഷത്തിനിടയിൽ വിശപ്പ് എന്താണെന്ന് അങ്ങനെ അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യം അതും അറിഞ്ഞു. അപ്പോഴും അകത്ത് വേദനയോടെ നിലവിളിക്കുന്ന ദീപകിനെ അവൾ അമർഷത്തോടെ നിന്ന് തിരിഞ്ഞു നോക്കി. വന്നിട്ട് ഇതുവരെ അയാളെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൾ. അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് അവളും കരുതി. തന്നെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയതാണല്ലോ അയാൾ. വേറെ ജോലിയൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അടുക്കള വശത്ത് വന്നിരുന്നു കൊണ്ട് വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. വൈകുന്നേരമായെന്ന് തോന്നുന്നു. ജോലി കഴിഞ്ഞ് ഓരോരുത്തർ അവരവിടെ കുഞ്ഞു വീട്ടിലേക്ക് കയറി പോകുന്നത് അവൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. മണ്ണുകൾ കൊണ്ട് കെട്ടിയ വീടാണ്. വലിയ കാറ്റ് വന്നാൽ ചിലപ്പോൾ മേൽക്കൂരയെല്ലാം ഒന്നിച്ചു പറന്നു പോയെന്ന് വരും. മഴ വന്നാൽ നനയുകയും ചെയ്യും. എന്നിട്ടും അവർക്ക് എത്ര ഹാപ്പിയാണെന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല. ഭാര്യയുടെ തോളിലൂടെ കൈയിട്ട് എന്തോ കളിയായി പറഞ്ഞുകൊണ്ട് അവിടെ വീടുകളിലേക്ക് കയറുന്നവരെ നോക്കി മാളു ഒരു ദീർഘശ്വാസത്തോടെ ആലോചിച്ചു. എങ്കിലും ഇവിടെയും ഇത്രയും ബഹളവും വിളിയും ഒക്കെ കേട്ടിട്ടും റോഡിൽ പോകുന്ന ആരും ഇങ്ങോട്ടൊന്ന് നോക്കുപോലും ചെയ്യുന്നില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ചിലപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയവർ പറഞ്ഞു കാണും ഇങ്ങോട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത്. മാള തന്നെ അതിന് ഉത്തരവും കണ്ടെത്തി. ഇനി എന്തെങ്കിലും തനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് പോകാൻ പറ്റും. പക്ഷെ അതിന് എന്ത് നേടാൻ തൻ്റെ ഇടമുണ്ടാവണം. നാട്ടിൽ പോയാൽ ഉടനെ തൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി വൈറലാകും. അതറിഞ്ഞു വെച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് എങ്ങനെ നാട്ടിലൂടെ നടക്കും? പറ്റില്ല. അത്രയും ധൈര്യമൊന്നും മാളുവിനില്ല. അവൾ സ്വയം പിറുപിറുത്തുകൊണ്ട് വയറിൽ മെല്ലിയൊന്ന് തഴുകി. ഇന്ന് വരെ വയറ്റിൽ കിടക്കുന്ന കുരുന്നിനോട് ഒരല്പം പോലും ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ വല്ലാത്ത നീറ്റൽ. മാളു മുട്ടുകാലിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ആരും സഹായിക്കുന്നില്ല ഇന്ദ്ര. കോൾ എടുക്കാൻ പോലും ചിലർ മടിക്കുന്നു. കോൾ എടുക്കുന്നവർ ആകട്ടെ അവരും കൂടി ഇതിൽ കുടുങ്ങുമെന്ന് പറഞ്ഞ് ഒഴിവാകുന്നു. ഫോൺ കൊണ്ട് ഇന്ദ്രൻ്റെ അടുത്ത് വന്നിരുന്ന ജഗൻ തലയിൽ കൈ താങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ്റെ മുഖം ഒന്ന് കടുത്തു. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാങ്ക് അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേസും വഴക്കുമൊക്കെ കഴിയുന്നത് വരെ പണമൊന്നും എടുക്കാൻ പറ്റില്ല. സിദ്ധു കൂടെ പറഞ്ഞു കേട്ടും ഇന്ദ്രൻ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെല്ലാം പിരിഞ്ഞു പോകുന്നതെന്ന്. അവർക്ക് കൊടുക്കാനുള്ള പണം പോലും എടുക്കാൻ പറ്റുന്നില്ല. സിദ്ധുവിൻ്റെ അച്ഛൻ കൂടെ അവർക്കരികിൽ വന്നിരുന്നതും ആകെ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയിലായിപ്പോയി ഇന്ദ്രൻ. അവൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്വയം എന്നോണം ഇന്ദ്രൻ പിറുപിറുത്തു. അപ്പോൾ അവൻ്റെ മുൻപിൽ നിന്ന് വെല്ലുവിളിച്ച ദക്ഷയുടെ മുഖമായിരുന്നു ഉള്ളിൽ.
എൻ്റെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ പൈസ കൊണ്ടുതരാം. വർമ്മ തമ്പുരാനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള വഴി നോക്കണം. തീർത്ഥയുടെ അച്ഛൻ പറഞ്ഞു കേട്ടതും അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ വീടും പറമ്പും വിറ്റിട്ട് നമ്മൾ എവിടെ പോകും? ഇന്ദ്രൻ കെട്ടുതന്ന ഈ താലിക്ക് അത്ര ഉറപ്പൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിങ്ങൾക്കറിയാൻ. അപ്പം അച്ഛൻ അങ്ങനെ കാട്ട് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. ക്ഷേത്രത്തിൽ നിന്നും കാണാതെ ഈ വിഗ്രഹമാണ് ഇവിടെ പൂജാമുറിയിൽ നിന്നും കണ്ടെത്തിയത്. അതിൻ്റെ പിന്നിൽ ഇനി എന്തൊക്കെ വരാനിരിക്കുന്നെന്ന് കണ്ടറിയണം. തീർത്ത ദേഷ്യത്തോടെ പറഞ്ഞു കേട്ടതും അവൾക്ക് മറുപടി കൊടുക്കാൻ ആരും തുനിഞ്ഞില്ല. ഇപ്പോൾ അതിന് പറ്റിയ അവസ്ഥയല്ലല്ലോ. ഒന്നും വേണ്ടായിരുന്നു. എല്ലാം ഇന്ദ്രൻ ചെയ്തു വെച്ചതിന് ഫലമാണ്. ആ ദക്ഷയെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മുതൽ തുടങ്ങിയതാണ് ഈ കൊട്ടാരത്തിൻ്റെ നാശം. ഇനിയിപ്പോൾ എല്ലാവരും ചേർന്ന് അനുഭവിക്കും. അല്ലാതെ എന്ത് ചെയ്യാനാ? അച്ഛൻ ഇവിടെ നിൽക്കാതെ വരുന്നുണ്ട് വീട്ടിലേക്ക്. അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എനിക്കെങ്ങും വയ്യ ജയിലിൽ പോയി കിടക്കാൻ. തീർത്ത പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നോക്കി ഇന്ദ്രൻ അങ്ങനെ ഇരുന്നു. ഒന്നുമില്ലടാ, ഞാൻ കൂടെയില്ലേ എന്ന് സമാധാനിപ്പിക്കുമെന്ന് കരുതിയവളാണ് ഇപ്പോൾ സ്വന്തം രക്ഷ നോക്കി ഇറങ്ങിപ്പോയത്. ഇന്ദ്രൻ പൊച്ചത്തോടെ നിന്ന് ചിരിച്ചു. ഞാനില്ലടാ. തകർന്നിരിക്കുന്ന ഇന്ദ്രനെ നോക്കി അവൻ്റെ കയ്യിൽ നിന്ന് അമർത്തി പിടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു കേട്ടതും മനസ്സിൽ നിറഞ്ഞതുപോലെ അവൻ്റെ തോളിൽ നിന്ന് തട്ടി ഇന്ദ്രൻ. കോട നിൽക്കാൻ ഇവനെങ്കിലും ഉണ്ടല്ലോ. അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ആലോചനയോടെ ഇരുന്നു. അപ്പം പറഞ്ഞു വർമ്മ സാറേ, പാലാഴി ക്ഷേത്രത്തിൽ നിന്നും കളവ് പോയ ദേവി വിഗ്രഹം എങ്ങനെയാ നിങ്ങളുടെ പൂജാമുറിയിൽ വന്നത്? ആദ്യം അതിൻ്റെ മറുപടി കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് കിടക്കാം. വർമ്മ ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് അയാൾക്ക് മുന്നിലിരുന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു കേട്ടതും വർമ്മ അയാളെ കടുപ്പത്തിൽ നോക്കി. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളെന്നെ ഇതിനകത്ത് പിടിച്ചിട്ടത് അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് നിന്നും പുറത്തിറങ്ങാനും പറ്റും. കാരണം എൻ്റെ കൊച്ചുമകനുണ്ട് പുറത്ത്. മുന്നിലിരിക്കുന്നവരെ നോക്കി ഒട്ടും ഭയമില്ലാതെ വർമ്മ തല ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു കേട്ടതും മുന്നിലുള്ളവർ ഒന്ന് പരസ്പരം നോക്കി ചിരിച്ചുപോയി. 1 രൂപ പോലും അക്കൗണ്ടിൽ നിന്നും പുറത്തെടുക്കാൻ പറ്റാൻ നിൽക്കുന്ന അവരെങ്ങനെ നിങ്ങളെ പുറത്തിറക്കും? അവിടെയുള്ള എല്ലാടെയും അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കേസിങ്ങനെ ആയതുകൊണ്ട് തന്നെ വലിയ വമ്പന്മാരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ പറ്റിയത്. എനിക്ക് തോന്നും ഇനിയിപ്പോൾ വർമ്മ സാറിൻ്റെ ജീവിതം ജയിലിൽ തീരാനാണ് സാധ്യതയെന്ന്. മുന്നിലെ ഉദ്യോഗസ്ഥൻ ചീരിയോടെ ടേബിളിൽ താളം കൊട്ടി പറഞ്ഞു കേട്ടതും വർമ്മ വിളറിയ മുഖത്തോടെ അയാളെ ഒന്ന് നോക്കി. അപ്പോൾ മണി പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു സാറേ. അല്ലെങ്കിൽ പിന്നെ രാജകുടുംബമാണെന്നൊക്കെ ഞാൻ അങ്ങ് മാർക്കും. എൻ്റെ കൈയുടെ ചൂട് അറിയും നിങ്ങൾ. വർമ്മയുടെ ദേഷ്യത്തിൽ ഒരാൾ പറഞ്ഞു കേട്ടതും അയാൾ പകപ്പോടെ ഇരുന്നു പോയി. അതെനിക്കറിയില്ല. ബിസിനസ് കാര്യങ്ങളിൽ ഒന്നും കള്ളമാണെന്ന് മറ്റുള്ളവർ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും വർമ്മ അങ്ങനെയാണ് പറഞ്ഞത്. തനിക്ക് പകരം വേറെ ആരെങ്കിലും കരുവാക്കാൻ അയാളുടെ മനസ്സ് ഉഴറിക്കൊണ്ടിരുന്നു. സിദ്ധു. കൂർമ്മതയുടെ അയാൾ മനസ്സിൽ ഉരുവിട്ടതും വർമ്മയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ഇന്ദ്രൻ്റെ പേര് പറയാൻ പറ്റില്ല. തനിക്ക് ശേഷം ഇതെല്ലാം നോക്കി നടത്തേണ്ടത് അവനാണ്. പക്ഷെ സിദ്ധു അങ്ങനെയല്ലല്ലോ. അയാൾ ആലോചനയോടെ ഇരുന്നു. അപ്പോൾ സത്യം പറയില്ലെന്ന് തീരുമാനിച്ചു അല്ലേ? അയാളുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങളൊക്കെ നോക്കി ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു കേട്ടതും വർമ്മ ഒരു ദീർഘശ്വാസം എടുത്തു. സിദ്ധു. ഇതെല്ലാം സിദ്ധുവിൻ്റെയാണ്. അവനുമാണ് ഇതിലൊക്കെ ക്രേസ്. വർമ്മ വെപ്രാളത്തോടെ പറഞ്ഞു കേട്ടതും മുന്നിരിക്കുന്നവരുടെ പുരികങ്ങളൊന്ന് ചൊളിഞ്ഞു. അവന് ഇതുപോലെയുള്ള വിഗ്രഹങ്ങളും വൈഡൂര്യവും ഒക്കെ വിദേശത്ത് കയറ്റി അയക്കുന്ന ബിസിനസ്സുണ്ട്. വർമ്മ മുഖത്ത് പൊടിഞ്ഞ് വേർപ്പ് തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും മുന്നിലുള്ളവർ പരസ്പരം ഒന്ന് നോക്കി. രാവിലെ പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് ഇറങ്ങുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. വൈദേഹി അടുക്കളയിലായതുകൊണ്ട് തന്നെ ദക്ഷ ഒരു സംശയത്തോടെയാണ് ഡോർ തുറന്ന് നൽകിയത്. ആരാ? അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന രൂപത്തെ നോക്കി ഒരു സംശയത്തോടെ ദക്ഷ ചോദിക്കുമ്പോഴാണ് അയാൾ അവർക്ക് നേരെ തിരിഞ്ഞു വന്നത്. ഒരു നിമിഷം മുന്നിലെ കാഴ്ചയിൽ കണ്ണ് വിടർന്നതുപോലെ അയാൾ ദക്ഷയെ നോക്കി നിന്നു പോയി. കൊള്ളിക്കഴിഞ്ഞ് തലയിൽ ടവൽ ചുറ്റി അലസമായി എടുത്ത സാരിയിൽ ജ്വലിച്ചു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഒരു പെൺശില്പം. അവളുടെ അളവുകൾ കൺകൊണ്ടിൽ കാണേ തന്നിലെ പുരുഷനെ ഇവൾ മാത്രമേ പൂർണ്ണനാകൂ എന്ന് വരെ തോന്നിപ്പോയി അവന്. എന്താ വേണ്ടത്? തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ ചോദിക്കുന്നവളുടെ മുഖം അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ പതിഞ്ഞു പോയത് നിമിഷ നേരം കൊണ്ടാണ്. ആരോഹി. കണ്ണിലെ ഗ്ലാസ് ഊരി എടുത്തുകൊണ്ട് മുഖത്തെ പദർശം മറിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കേട്ടതും ദക്ഷയുടെ പുരികമൊന്ന് ചൊളിഞ്ഞുപോയി. നിങ്ങളാരാ? ഭൈരവ് നാഥ്. സംശയത്തോടെ ചോദിക്കുന്ന ദക്ഷയ്ക്ക് നേരെ കൈകൾ നീട്ടി ഗൗരവത്തിൽ ചാലിച്ച ഒരു പുഞ്ചിരിയോടെ അവൻ പറയുമ്പോൾ സംശയത്തോടെയാണെങ്കിലും അവൻ നീട്ടിയ കൈയിലേക്ക് ദക്ഷയും തൻ്റെ കൈ ചേർത്തിരുന്നു. അവളുടെ പഞ്ഞി പോലുള്ള നീളമുള്ള വിരലുകൾ ചേർന്ന ഭംഗിയുള്ള കൈപ്പത്തി ഒന്നുകൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കൈ വേഗം തന്നെ മോചിപ്പിച്ചു. ആരോഹിയുടെ ബ്രദറാണ്. മോളെ കാണാൻ ഒരു സർപ്രൈസ് വിസിറ്റാണ്. എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അവൻ അകത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു കേട്ടതും ദക്ഷയുടെ മുഖം തീർത്തും ഗൗരവത്തിലായി. അവർ ഔട്ട് ഹൗസിലാണ്. അതവിടെ. ദക്ഷ തൻ്റെ കൈ ഒരു സൈഡിലേക്ക് നീട്ടി പറഞ്ഞു കേട്ടതും
അവൻ സംശയത്തിൽ അങ്ങോട്ട് നോക്കി. അല്ല, ഇവിടെ വീട്ടുകാരുടെ ഒപ്പമാണ് താമസമെന്ന് പറഞ്ഞിട്ട്. കേട്ട കാര്യത്തിന് പകപ്പിൽ മുഖത്ത് ആമോഷം നിറയാതെ അവൻ എങ്ങനെയോ ചോദിച്ചു. മറ്റുള്ള വീട്ടിൽ എങ്ങനെ നിൽക്കണമെന്ന് പെങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അവിടേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. സമയം കിട്ടുകയാണെങ്കിൽ അല്പം ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാം. അങ്ങോട്ട് പോയാൽ മതി, കാണാം. ഒരു മയവുമില്ലാത്ത ദക്ഷ അവനെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. ദക്ഷ തിരിഞ്ഞു നടക്കുമ്പോൾ അവന് മുന്നിൽ ദൃശ്യമായ അവളുടെ പിന്നഴകിൽ ഭൈരവിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ദക്ഷ പൂർണ്ണമായും അവൻ്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞതും ഗൗരവത്തോടെ അവനവൾ കാണിച്ചു കൊടുത്ത ഔട്ട് ഹൗസിലേക്ക് നടന്നു. 3-4 വട്ടം ബെല്ലടിച്ച ശേഷമാണ് രേഷ്മ വന്ന് ഡോർ തുറന്നത്. ബ്രോയോ? ഭൈരവിനെ മുന്നിൽ കണ്ടതും രേഷ്മ കണ്ണ് തള്ളിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ട് അവളുടെ തലയിൽ നിന്ന് കുട്ടിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി. അവളെവിടെ? ചുറ്റുമൊന്ന് നോക്കി ഭൈരവ് രേഷ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അനിയത്തിയുടെ പള്ളിയുറക്കം കഴിയാൻ സമയമായില്ലല്ലോ, അവിടെ കാണും. എന്തായാലും മാങ്ങള പോയി വളർത്തി കിട്ടുന്നത് കൈയോടെ വാങ്ങിക്കും. ഞാൻ അപ്പോഴേക്കും വന്ന് ഫ്രഷ് ആയിട്ട് വരാം. രേഷ്മ ചിരിയോടെ പറഞ്ഞിട്ട് ആര് കിടക്കുന്ന റൂം അവന് കാണിച്ചു കൊടുത്തു. അത് കണ്ടൊരു ചിരിയുടെ ഭൈരവ് ആ റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും രേഷ്മ ഒരു ദീർഘശ്വാസം എടുത്തു. അനിയത്തിയുടെ എന്താഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഏട്ടൻ വെറുതെ ഒന്നും ആയിരിക്കില്ല ഇങ്ങോട്ട് വന്നത്. അതവൾ വിളിച്ചിട്ട് തന്നെയാകും. ഇവളിനിയും വാങ്ങിക്കൂട്ടാളെ പുറപ്പാടിലാണോ? മനസ്സിലോർത്തതും രേഷ്മയ്ക്ക് അരുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ആ ഹോസ്പിറ്റൽ അത് നമുക്കൊന്ന് വിറ്റാലോ, അല്ലെങ്കിൽ പണയം വെച്ചാലോ? ഒരെത്തും പിടിയും ഇല്ലാതിരുന്ന ഇന്ദ്രൻ ചോദിച്ച കേട്ടതും സിദ്ധു ഞെട്ടലോടെ അവനെ നോക്കി. അല്ലടാ, വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാ. ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം മുത്തശ്ശൻ്റെ പേരിലല്ലേ? നിന്റെ പേരിലുള്ളതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. സിദ്ധുവിൻ്റെ ഭാവം കാണി വേഗം അവൻ പറഞ്ഞു. അത് വിനീന്ദ്ര, അതിന് പണയം വെക്കാനാണെങ്കിൽ ആരെങ്കിലും നമുക്ക് പൈസ തരണ്ടേ? അവൻ തൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കാതെ പതിയെ ചോദിച്ചു. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. പലിശ കൊടുത്താൽ ആരാ പൈസ തരാത്തത്? പുരത്തിന് പേര് കേട്ട ഹോസ്പിറ്റലും. ഇന്ദ്രൻ പറഞ്ഞതും സിദ്ധു ഒന്ന് മോളി. ആ സമയം തന്നെയായിരുന്നു ഇന്ദ്രൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നത്. ഇതിപ്പോൾ ആരാ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഇന്ദ്രൻ അത് നോക്കി വല്ലായ്മയോട് ചോദിച്ചു. ഇങ്ങനെ തന്നേക്ക്, ഞാനെടുക്കാം. ചിലപ്പോൾ വിവരം അറിഞ്ഞ് ആരെങ്കിലും വിളിക്കുന്നതാകും. അവർക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം. മോനെ ഇന്ദ്ര, ഞാനാ മുത്തശ്ശൻ. എനിക്കിവിടെ നിന്നും ഒരു കോൾ വിളിക്കാൻ ഒരാൾ ഫോൺ തന്നു. നല്ല പൈസ ഓഫർ ചെയ്തിട്ടാ ഈ സഹായം കാണിക്കുന്നത്. അതും നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ. മുത്തശ്ശൻ്റെ ശബ്ദം കേട്ടതും സിദ്ധു വെപ്രാളത്തോടെ ആ കോൾ സ്പീക്കർ ഓണാക്കി ഇന്ദ്രൻ്റെ കൂടെ കേൾക്കാൻ പാകത്തിന് ഒതുക്കി വെച്ചു. മുഖം രക്ഷിക്കാൻ വേണ്ടി മുത്തശ്ശന് സിദ്ധുവിൻ്റെ പേര് പറയേണ്ടി വന്നു. പോലീസ് ഉടനെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. എന്ത് ചോദിച്ചാലും നിനക്കൊന്നും അറിയില്ല, എല്ലാം സിദ്ധുവിൻ്റെ തലയിൽ വെച്ചാൽ മതി. മുത്തശ്ശൻ അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞു കേട്ടതും സിദ്ധു ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഇന്ദ്രനും ആകെ വല്ലാതായിപ്പോയി. മുത്തശ്ശ, ഇതെന്തൊക്കെയാ പറയുന്നത്? പകപ്പോടെ ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് പതിയെ സിദ്ധുവിനെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണെല്ലാം കലങ്ങി ചുവന്നു നിന്നിരുന്നു. ഞാൻ പറഞ്ഞു തന്നെ നടക്കണം ഇന്ദ്ര. എല്ലാം സിദ്ധുവിൻ്റെ തലയിൽ വെക്കണം. എനിക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ വേറെ വഴിയില്ല. അറിയാലോ കേസ് എന്താണെന്ന്. ചിലപ്പോൾ ജീവിതകാലം മുഴുവനും ഞാൻ ഇതിനകത്ത് പെട്ടുപോയിന്ന് വരും. അത് പറ്റില്ല ഇന്ദ്ര. മുത്തശ്ശൻ പറഞ്ഞത് ബാക്കി കേൾക്കാൻ നിൽക്കാതെ ഇന്ദ്രൻ വേഗം ആ കോൾ കട്ട് ചെയ്തിരുന്നു. സിധു ഡാ. ഇന്ദ്രൻ വിളിച്ചു കേട്ടും ബാക്കി അവൻ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ സിധു അവിടെ നിന്നും വേഗം ഇറങ്ങിപ്പോയി. സിധു ദേഷ്യത്തിൽ പോകുന്ന കണ്ട് ഇന്ദ്രൻ അമർഷത്തോടെ നെറ്റിയിൽ അടിച്ചുപോയി. ഇതിപ്പോൾ എന്തിനിങ്ങോട്ടൊരു വിസിറ്റ്? അതിന് മാത്രം ദിവസമായോ ആരോഹി ഇവിടെ വന്നിട്ട്? ആരോഹിയുടെ ബ്രദർ വന്ന കാര്യം ദക്ഷ പറഞ്ഞു കേട്ട് സഹസ്ര ഒരു സംശയത്തോടെ ചോദിച്ചു. അവൻ ഗാർഡിൽ ഇരിക്കുവാണ്. സഹസ്രയെ പതിയെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് ദക്ഷ തന്നെയാണ്. സഹസ്രയ്ക്ക് വീടിനുള്ളിൽ തന്നെ ഇരുന്ന് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ അവിടെ കാര്യമില്ലേ, നമുക്ക് എങ്ങനെ അറിയാനാ? ദക്ഷ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്താണ് ചേർന്നിരിപ്പൊക്കെ? തന്നോട് ചേർന്ന തോളിൽ തല ചായച്ചു വെച്ചവളെ നോക്കി സഹസ്ര ഒരു ചിരിയോടെ ചോദിച്ചു. എന്തേ, എനിക്ക് ചേർന്നിരിക്കാൻ പറ്റില്ലേ? അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കിയവൾ. നിനക്ക് മാത്രമേ അതിന് പറ്റൂ, പോരെ? കുസൃതി തിളങ്ങുന്ന കണ്ണുകളോടെ അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് തട്ടിക്കൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ട് ഒന്ന് ചിരിച്ച് മുന്നോട്ട് നോക്കിയതും കാണുന്നത് അവർ തന്നെ നോക്കി നടന്നു വരുന്ന അരുവിനെയും ഭൈരവിനെയുമാണ്. അത് കണ്ട് സഹസ്രയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു വന്നു. ഹലോ സാർ, നേരിട്ടുന്ന സാറിനെ കാണണമെന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു. അവർക്കടുത്തായി വന്നുകൊണ്ട് ഒരു ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് ഭൈരവ് പറഞ്ഞതും സഹസ്ര അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിന്ന് പുഞ്ചിരിച്ചു. ഭൈരവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടക്കേടോടെ സഹസ്ര ദേഹത്തെ ചാഞ്ഞിരിക്കുന്ന ദക്ഷയിൽ പതിഞ്ഞെന്ന് കാണി സഹസ്രയുടെ നോട്ടം ഒന്ന് കൂർത്തുപോയി. പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും വിശേഷമുണ്ടായോ ഭൈരവ്? ആരോഹിയൊക്കെ ഇങ്ങോട്ട് വന്നൊരു ദിവസമായതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ സഹോദരിയെ മിസ് ചെയ്തോ? കേരളത്തിൽ വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവളെയും കൂടെ കാണാമെന്ന് കരുതി. സഹസ്ര ദേഹത്തേക്ക് ചേർന്നിരിക്കുന്ന ദക്ഷയെ നോക്കി സങ്കടത്തോടെ നിൽക്കുന്ന ആരോഹിയെ ചേർത്ത് പിടിച്ചുകൊണ്ട്
ഭൈരവ് പറയെ ഒന്ന് അമർത്തി മൂളേതേയുള്ളൂ സഹസ്ര. മോൾക്കിവിടെ ഔട്ട് ഹൗസിൽ നിൽക്കുന്നത് അത്ര ഇഷ്ടമാകുന്നില്ലെന്ന്. അവിടെ പിന്നെ ഇവളും രക്ഷ്മിയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സമയം പോകാൻ പാടാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഭൈരവ് തിരികെ പോകുമ്പോൾ ആരോഹിയെ കൂടെ കൊണ്ടിക്കോളൂ. ഹോസ്പിറ്റലിൽ വേറെയും ജൂനിയേഴ്സ് ഡോക്ടർ ഉള്ളതുകൊണ്ട് സെമിനാർ നടത്താൻ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. ഭൈരവ് പറഞ്ഞ കേട്ടും സഹസ്ര അല്പം കടുപ്പത്തിൽ തന്നെ മറുപടി കൊടുത്തു. അത് കേട്ടും അവൻ വിളറി വെളുത്തുകൊണ്ട് നിന്നുപോയി. അല്ല സാർ, ഞാൻ അങ്ങനെയല്ല. അവൻ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ നോക്കി. നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റ് ആള് ആരോഹിയുടെ അധികാരത്തിൽ സംസാരിക്കുന്നു, വഴക്കിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഭൈരവ് എന്താണ് ചെയ്യുക? അത് ഞാനും ചെയ്തോളൂ. എൻ്റെ വീട്ടിൻ്റെ പുറത്തുനിന്ന് ഒരാൾ അധികാരം കാണിക്കാൻ ശ്രമിച്ചാൽ അത് സഹിച്ചു നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. സഹസ്ര ചോദ്യത്തോടെ അവനെ നോക്കുമ്പോൾ തിരിച്ചൊരു മറുപടി കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചു പോയിരുന്നു ഭൈരവ്. അവനെ സഹസ്രയെ പിണക്കാനും പറ്റാത്ത അവസ്ഥയായി പോയിരുന്നു. ഞാൻ അങ്ങനെ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ പറഞ്ഞു പോയതാ. തൻ്റെ സഹോദരൻ തനിക്ക് വേണ്ടി തല കുനിച്ചു നിൽക്കുന്ന കണ്ടതും ആരോഹി പതിയെ പറഞ്ഞു. ആരോഹിയുടെ ശബ്ദം കേട്ടിട്ടും സഹസ്ര അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും പരിഗണിച്ചില്ല. തീർത്തും അവളെ അവഗണിച്ചു വിട്ടു. അതിൻ്റെ നാണക്കേട് കൊണ്ട് ആരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നതും ഭൈരവ് ദേഷ്യത്തിൽ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. ഞാനിവിടെ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നതാ. അപ്പോൾ പോകുന്നത് വരെ ഇവിടെ അരുവിൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ സാറിന് വിരോധമുണ്ടോ? ഭൈരവ് വീണ്ടും താഴ്മയുടെ ചോദിച്ച കാണി ദക്ഷ അവനിന്ന് സൂക്ഷിച്ചു നോക്കി. ഞങ്ങൾക്കറിയാത്ത ഒരാളെ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഭൈരവ്. എന്തായാലും ഇവിടെ പറ്റില്ല. പുറത്ത് ഒത്തിരി ഹോട്ടൽ റൂംസ് കിട്ടും, അതൊന്ന് നോക്കിക്കൊള്ളൂ. പിന്നെ ആരോഹിക്കും ഇവിടെ നിൽക്കാൻ വയ്യെങ്കിൽ കൂടെ കൂട്ടിക്കൊള്ളൂ. ഇവിടെ ആർക്കും പരാതിയില്ല. സഹസ്ര ദേഷ്യപ്പെടാതെ വളരെ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും ഭൈരവും പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അയാൾ വിളറിയ മുഖത്തോടെ തലകുലുക്കി തിരിഞ്ഞു നടന്നിരുന്നു. ആ സമയം പെങ്ങൾ സ്നേഹിക്കുന്ന ആളിനോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ അവനിൽ നിറഞ്ഞത് സഹസ്രയോടുള്ള വെറുപ്പ് തന്നെയായിരുന്നു. അതും ദക്ഷയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത്രയും അധികം അപമാനിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായത്. അരുവിനോട് യാത്ര പറഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ സഹസ്രയോടൊപ്പം ഇരിക്കുന്ന ദക്ഷ അവൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി.